പാർലമെന്റിൽ ഇത്തവണ ഉണ്ടായ ആരോപണ പ്രത്യാരോപണങ്ങൾ, അതിനുശേഷം കഴിഞ്ഞ ദിവസം കാണാനിടയായ കയ്യാങ്കളി, അതിൽ ഇരുപക്ഷത്തും കാര്യമായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പോലീസ് കേസ് അടക്കമുണ്ടായത് നമ്മളേവരും കണ്ടതാണ്. ഇന്നും പ്രത്യേകിച്ച് കാര്യമായ ഒരു മാറ്റവും ഉണ്ടാകാത്ത തരത്തിൽ പ്രതിപക്ഷം രാവിലെ മുതൽ തന്നെ പ്രതിഷേധം തുറന്നു. ശേഷം അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്തിരിക്കുന്നു. ശീതകാല സമ്മേളനം സമാപിച്ചപ്പോൾ വിവാദങ്ങളും കോലാഹലങ്ങളും നിറഞ്ഞതായി അത് മാറിയപ്പോൾ അത് മാറ്റിയതാണോ അതോ മാറിയതാണോ? എന്താണ് കോൺഗ്രസിന് പറയാനുള്ളത്? ആരും മാറ്റിയതല്ല, സ്വാഭാവികമായ പ്രതിഷേധമാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഉയർന്നു കേട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയുന്നത് അദാനിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള അവിശുദ്ധമായ ഒരു ബന്ധത്തെക്കുറിച്ച് അത് കോൺഗ്രസ് ആരോപിക്കുന്നത് മാത്രമല്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആരോപിക്കുന്നു, അമേരിക്കയിലെ ഏജൻസികൾ വരെ പറയുന്ന രീതിയിലേക്ക് വലിയ അഴിമതി, തൻ്റെ ഷെയർ മാർക്കറ്റുകളെ ഇല്ലാത്ത ഷെയർ വാല്യൂ കൂട്ടിക്കാണിച്ചുകൊണ്ട് അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരു വ്യവസായിയാണ് അദാനി എന്നുള്ള കാര്യം ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വളരെ ഗൗരവതരമായ വിഷയം നിൽക്കുമ്പോൾ അദാനിക്കും നരേന്ദ്രമോദിയും തമ്മിലുള്ള ആ ബന്ധത്തെ ഇന്ത്യൻ പാർലമെൻറ്റിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയുമോ? ഇന്ത്യൻ പാർലമെൻറ്റ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടേ? ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ഗുരുതരമായി ബാധിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടലുകൾ, അത്ര വളരെ ഗുരുതരമായ അഴിമതി, അതൊക്കെ ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയുടെയും ഭരണകൂടത്തിൻ്റെയും പിന്തുണയോടുകൂടി ഒരു വ്യവസായം നടത്തുമ്പോൾ അതിനെതിരായുള്ള ശബ്ദം ഇന്ത്യൻ പാർലമെൻറ്റ് ഉയരുക തന്നെ ചെയ്യും. പക്ഷേ അത്തരം ശബ്ദങ്ങളെ ഒരുപക്ഷെ BJP ഭയപ്പെടുന്നു, അത്തരം ശബ്ദം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭയപ്പെടുന്നു. അതുകൊണ്ട് ആ ശബ്ദത്തെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമം വളരെ ബോധപൂർവം തന്നെ നടക്കുന്നു. അതിന് സഭാ അധ്യക്ഷന്മാരെ പോലും അതിനുവേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ ശ്രീ ഡോക്ടർ A. സമ്പത്തുണ്ട്. അദ്ദേഹം ദീർഘകാലം ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമായിരുന്നിട്ടുള്ള ഒരാളാണ്. ഒരു പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ അവകാശം എന്താണ് എന്നുള്ള ബോധ്യം അത് ഇല്ലാതാക്കിക്കൊണ്ട് ഭരണപക്ഷത്തിന് ഒരു സമഗ്രമായ ആധിപത്യമുള്ളതാണ് പാർലമെൻ്ററി ഡെമോക്രസി എന്നുള്ള രീതിയിലേക്ക്, ഭരണപക്ഷത്തിന് മാത്രം പാർലമെൻറ്റിൽ സംസാരിക്കാനുള്ള അധികാരമുള്ളൂ, പ്രതിപക്ഷ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കരുത് എന്നുള്ള രീതിയിലേക്ക് പാർലമെൻ്ററി രീതികളെപ്പോലും മാറ്റിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ നടന്നത്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ഒരു ശബ്ദം പാർലമെൻറ്റ് ഉയരുക തന്നെ ചെയ്യും. അതിനെതിരായുള്ള ശക്തമായ പ്രതിഷേധം പാർലമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷം വളരെ ശക്തമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത്തരം ശബ്ദങ്ങൾ പാർലമെൻറ്റ് ഉയരുമ്പോൾ തീർച്ചയായും ഭരണകൂടം അസ്വസ്ഥപ്പെടും. അതിൻ്റെ ഒരു തെളിവാണ് ഇന്നലെ നമുക്ക് പാർലമെൻറ്റിൻ്റെ മുന്നിൽ തന്നെ കണ്ടത്. ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യയുടെ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട BJPയുടെ എല്ലാ കാലഘട്ടത്തെയും മുദ്രാവാക്യം എന്താണ്? ഇവിടെ ഒരു ഹിന്ദുത്വവൽക്കരണം മാത്രമാണ് BJP ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ദളിതൻ ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ല, പിന്നോക്കക്കാർ ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ല, അവരൊക്കെ അടിച്ചമർത്തപ്പെടേണ്ടവരാണ് എന്നുള്ള ഒരു മനുസ്മൃതിയുടെ കാലഘട്ടത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് BJP അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് പാർലമെൻറ്റിൽ എതിർക്കുന്നത് കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമാണ്. ആ എതിർപ്പുകൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഉയരുമ്പോൾ അതിനെ കായികമായി പോലും നേരിടുന്നത് പാർലമെൻറ്റ് ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലേക്കുള്ള കായികമായ ആക്രമണങ്ങൾ BJP അടിച്ചുവിടുന്നത് നമ്മൾ കാണുകയാണ്. ഇവിടെ ബാബാ സാഹിബ് അംബേദ്കറെ അപമാനിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് BJPയുടെ ഏറ്റവും വലിയ നേതാവ് മന്ത്രിയായ അമിത്ഷാ നടത്തിയിരിക്കുന്നു. അത് നമുക്ക് ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ അംഗീകരിക്കാൻ കഴിയുമോ? രാഷ്ട്രപിതാവിനെ അവമാനിക്കുന്നു, നമ്മൾ കാണുകയാണ്. രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്നു, മഹാത്മാഗാന്ധി അവമാനിക്കുന്നു, രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റുവിനെ അവമാനിക്കുന്നു, ഭരണഘടനാ ശില്പിയായ ബാബാ സാഹിബ് അംബേദ്കറെ അവമാനിക്കുന്നു. ഇതാണ് BJPയുടെ ഒരു നയം എന്നുള്ളത് നമ്മൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലേക്ക് ഈ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാണിക്കുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ബിംബങ്ങളാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവും രാഷ്ട്രശില്പിയും ഭരണഘടനാ ശില്പിയും ഒക്കെ. നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ലോകത്തിൽ എവിടെ പോയാലും നമ്മൾ ഗാന്ധിയുടെ നാട്ടിൽ നിന്ന് വരുന്നു എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടു കൂടി പറയും. നമ്മൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ നാട്ടിൽ നിന്ന് വരുന്നത് എന്ന് നമ്മൾ അഭിമാനത്തോടു പറയും. നമ്മൾ ബാബാ സാഹിബ് അംബേദ്കറുടെ രാജ്യത്ത് നിന്നാണ് വരുന്നത് എന്ന് ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടു കൂടി പറയും. ആ അഭിമാന ബോധങ്ങളെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് ഒരു പുതിയ രീതിയിലേക്ക് ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുക, ഒരു ചരിത്രത്തെ മാറ്റിയെഴുതുക, ഇന്ത്യയുടെ പൗരാണികമായ ചരിത്രത്തെ, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കാനുള്ള പോരാട്ടത്തെ, ഈ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരായുള്ള പോരാട്ടങ്ങളെ, ആ പോരാട്ടങ്ങളെ മുഴുവൻ തമസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ BJP ആഗ്രഹിക്കുന്നു. അതിൻ്റെ തെളിവാണ് പാർലമെന്റിനുള്ളിൽ അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റ്. ഇത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ്. അതിന് എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തും അതിനെതിരായുള്ള പോരാട്ടം കോൺഗ്രസ് തുടരുക തന്നെ ചെയ്യും. ശരി.